ഞാൻ ഇന്നൊരു ഞാലിപ്പൂവൻ വാഴയുടെ കാമ്പാണ് വറവുണ്ടാക്കുന്നത്. ചെള്ള് വാഴ ഒടിഞ്ഞിട്ട് നല്ല പതിവുള്ള കാമ്പാണ്. ഈ കാമ്പ് എന്ന് പറയുന്നത് പച്ചക്ക് കഴിക്കാം. വയറിൽ വല്ല കാരണവശാലും ഭക്ഷണത്തിലൂടെ മുടിയെങ്ങാനും വയറിലായനെങ്കിൽ അതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ഈ കാമ്പ് സഹായിക്കും. പിന്നെ മലബന്ധമുള്ളവർക്കെല്ലാം വളരെ നല്ലതാണ് ഈ കാമ്പ്. ഇത് മുറിച്ചിടാൻ ഈ കാമ്പിന് 2-3 സാധനമേ വേണ്ടൂ. വെളുത്തുള്ളി, ഉണക്കമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. 5 പൈസ ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ്. ഞാനിവിടെ കാമ്പ് മുറിച്ച് വെച്ചു. അധികം ചെറുതാക്കി മുറിച്ചിട്ടില്ല. പിന്നെ കല്ലുപ്പ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കൽ. ആഡും ചേർത്തുപ്പിൽ പല കൃത്രിമങ്ങളും കെമിക്കൽസെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കല്ലുപ്പേ ഉപയോഗിക്കലും കറിക്ക്. ആ കല്ലുപ്പിൽ പൂഴി അങ്ങനത്തിനൊന്നുമില്ല, മണ്ണിൻ്റെ അംശം കുറവാണ്. അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് നേരിട്ട് ചേർത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 6-7 വെളുത്തുള്ളി ചതക്കിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നേരിട്ട് വയ്യാം. ചെറുതായി മുറിച്ചിടാൻ പറ്റുമെങ്കിൽ ചെറുതായി മുറിച്ചിടാം. ഞാനിത് എനിക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിടുന്നത്. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേവിക്കാൻ വെക്കുമ്പോൾ പെട്ടെന്ന് വേവുന്നതാണ്. നമുക്ക് കുറച്ച് സമയം പറ്റുമെങ്കിൽ ഞെരടിക്ക് കൊടുക്കാം. ഞെരടിയിട്ടില്ലെങ്കിലും വേവാണ്ടൊന്നുമില്ല, ഇതേ രീതിയിലും മതി. ഇനി അടുപ്പത്ത് വെക്കാം. സ്റ്റവ് കത്തിച്ച് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ട് കൊടുക്കണം. ഇനി അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുക. ഇടയ്ക്കിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇടയ്ക്ക് തുറന്നിളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. സിമ്മിലായി വീണ്ടും തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തു. ഇത്ര വേവിച്ചാലും മതി. ഇത് പച്ചക്ക് കഴിക്കുന്നൊരു സാധനമാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി വേവിക്കുന്നുണ്ട്. കാമ്പ് വേവുമ്പോഴേക്കും വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതക്കി വെക്കാം. വെളുത്തുള്ളി ചതക്കി വെച്ചു. ഒരു 3 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് കാമ്പിന് ചേർക്കാറില്ല. ഇത് കഴുകി ഉണക്കി വെച്ച പുഴുങ്ങലരിയാണ്. കാമ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തില്ല. അപ്പോഴാണ് തേങ്ങയുടെ കാര്യം ഓർമ്മ വന്നു. തേങ്ങ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് തേങ്ങ മറന്നു പോയിരുന്നു. കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ അതാതെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു മുറിയുടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു ചെറിയ തേങ്ങ മുറിയുടെ പകുതി. ഇനി തേങ്ങ ഒന്ന് ചൂടാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. തേങ്ങ ചൂടായി സ്റ്റൗ ഓഫ് ചെയ്തു. ഈ കാമ്പിനുണ്ടല്ലോ വെളിച്ചെണ്ണ ഒരു പ്രധാന ഘടകമാണ്. വെളിച്ചെണ്ണ നല്ലതുപോലെ വേണം. വെളിച്ചെണ്ണ ചൂടായി അരി ഇട്ട് കൊടുത്തു. അരി ചുവന്നിട്ടുണ്ട്. അന്നേരം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരി പൊട്ടിയിട്ടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് എന്നിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കും. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു കാമ്പ് വറവാണ്. ഞങ്ങളുടെ ഈ കാമ്പ് വറവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുമല്ലോ. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.